സ്വാതന്ത്ര്യവീര സവർക്കർ ജനിച്ചിട്ട് ഇന്ന് 143ാമത് വർഷമാണ്. അദ്ദേഹത്തിൻ്റെ 143ാം ജയന്തി ദിനത്തിൽ അദ്ദേഹത്തെ ഒന്ന് ഓർത്തുകൊണ്ട് ഏറെക്കാലത്തെ ഇടവേളയ്ക്ക് ശേഷം ഒരു ചെറിയ ശ്രമം. കാർഷിക തിരക്കുകളിലായിരുന്നു വ്യക്തിപരമായി. ഭാരതീയമായ കൃഷി പദ്ധതികളെ പിൻപറ്റാനുള്ള പ്രാക്തനമായ ഭാരതീയ കൃഷി പദ്ധതികൾ പിൻപറ്റാനുള്ള ഒരു വലിയ പരിശ്രമത്തിൻ്റെ ഭാഗമായുള്ള ഇടവേളകളാണ്. അതിനെയാണ് നമ്മുടെ മൂലപ്രവൃത്തിയും. അതുകൊണ്ട് സമയം താരതമ്യേന നമ്മൾ അതിലേക്കാവും കൂടുതൽ ചിലവഴിക്കേണ്ടി വരിക. കാരണം അത്ര വലിയതാണ് ഭാരതത്തിൻ്റെ കാർഷിക വിധാനം. ആ ഒരു പൊതുവെ നമുക്ക് ധാരണയുള്ളതല്ല. ഭാരതത്തിൻ്റെ പലതും അറിയുമ്പോഴും ഭാരതം എങ്ങനെയാണ് ലോകത്തെ ഏറ്റവും വലിയ ഏറ്റവും സുദീർഘമായ കാർഷിക സഭ്യതയെ നിലനിന്നുള്ളത് നമ്മൾ ഇന്നും പഠിച്ചിട്ടില്ല. പ്രത്യേകിച്ച് കേരളം തരിശു നിലങ്ങളുടെ ഭൂമിയാണ്, അറിയാമല്ലോ. തരിശു നിലങ്ങളുടെ ഭൂമിയാണ് കേരളം. പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റുകൾ നമുക്ക് തന്നൊരു വരം കൂടിയാണത്. ലോകത്ത് എവിടെ കമ്മ്യൂണിസ്റ്റുകളുണ്ട് അവിടെ ഇത്തരം നമ്മൾക്ക് അനന്യമായ ഈ ഒരു വരപ്രണാളികളുണ്ട്. ഇത്തരം സമ്മതിക്കണം ഈ കമ്മ്യൂണിസ്റ്റുകളെ. കേരള മോഡലാണ്, വിശദമായി പഠിക്കേണ്ടതാണ് ഇവരുടെ കേരള മോഡൽ. അതവിടെ നിൽക്കട്ടെ. സവർക്കറെ ഓർക്കാതെ ഈ ദിനം കടന്നു പോക വയ്യ. അതുകൊണ്ട് അടിയന്തരമായി ചെയ്യുന്നതാണ്. 5 മിനിറ്റ് 7 മിനിറ്റുള്ളിൽ എടുക്കില്ല. സവർക്കറെ നിത്യേന ഓർക്കുന്ന ഒരാളാണ്. എന്നെ സംബന്ധിച്ച് സവർക്കറെ ഇങ്ങനൊരു വീഡിയോ ചെയ്ത് ഓർക്കേണ്ട കാര്യം. ഞാൻ നിത്യം ദിനേന 2 നേരം സവർക്കറെ ഓർക്കുന്ന ആളാണ്. പ്രാതസന്ധ്യയിലും സായം സന്ധ്യയിലും എല്ലാ സ്വാതന്ത്ര്യ വീരന്മാരോടൊപ്പം, ഭാരത സ്വാതന്ത്ര്യത്തിൻ്റെ എല്ലാ സ്വാതന്ത്ര്യ വീരന്മാരോടുമൊപ്പം ഞാൻ ഏറ്റവും മുൻനിരയിൽ ഓർക്കുന്ന 3-4 പേര് ഒരാളെ സവർക്കറാണ്. ആ അർത്ഥത്തിൽ സൗവർണ താരങ്ങളാണ്, വജ്ര താരങ്ങളാണ്. ഞാൻ രാജാ ദാഹിറിൻ്റെ മക്കൾ, 2 പെൺമക്കൾ, ലീല ഉൾപ്പെടെ 2 പെൺമക്കൾ മുഹമ്മദ് ബിൻ കാസിമിനോട് ഏറ്റുമുട്ടിയ ആ പെൺമക്കൾ തൊട്ട് തുടങ്ങുന്നു എന്നെ സംബന്ധിച്ച് ഈ അധീശ ശക്തിയോടുള്ള ഈ ഒരു വലിയ പോരാട്ടത്തിൻ്റെ തുടക്കാർത്ഥത്തിൽ. അലക്സാണ്ടർ ആർത്ഥത്തിൽ നമുക്ക് ട്യൂഷൻ ചെയ്തെന്ന് വെച്ചാൽ ചെയ്തില്ല. അവിടെ തൊട്ട് വേണമെങ്കിൽ തുടങ്ങാം. ശേഷം ശകന്മാരുടെ ഹൂണന്മാരുടെ ആക്രമണത്തിനും ഗുർജറന്മാരുടെ ആക്രമണത്തിനൊക്കെ അങ്ങനെ കാണുന്നവരുണ്ട്. ഞാൻ താരതമ്യേന അപകടകരങ്ങളായ അധിനിവേശങ്ങളുടെ ചരിത്രം തുടങ്ങുന്ന അവിടെ നിന്നാണ്. സിന്ധിലെ ഫോക്ലോറിൽ നാടോടി പുരാവൃത്തങ്ങൾ മുഴുവൻ അത് കിടപ്പുണ്ട്. അത് വലിയ ചരിത്രം തന്നെയാണ്, ചരിതമാണ്. ചരിത്രത്തിനപ്പുറം അതൊരു ചരിതമാണ്. അവിടെ തൊട്ട് തുടങ്ങുന്ന സ്വാതന്ത്ര്യ പോരാട്ടങ്ങളിൽ ഞാൻ പറഞ്ഞില്ല, എന്നെ സംബന്ധിച്ച് അതിൻ്റെ മുഖ്യസ്ഥാനത്ത് നിൽക്കുന്ന 2-3 പേരുള്ള അദ്ദേഹമാണ്. അദ്ദേഹത്തെ ഓർക്കുമ്പോൾ ഞാൻ കേരളത്തിൽ ഇരുന്നുകൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ദീർഘമായി സവർക്കറെ എഴുതാൻ ആഗ്രഹിച്ചിട്ടുണ്ട് ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പോട്ട്. എനിക്ക് ഒരു വരി പോലും എഴുതാൻ കഴിഞ്ഞിട്ടില്ല. ഇന്നാണ് ഞാൻ ആദ്യമായിട്ട് എക്സിൽ എന്തെങ്കിലും ഒരു 2 വരി അദ്ദേഹത്തെ പറ്റി എഴുതാൻ കഴിഞ്ഞത്. അത് ഇന്ന് രാവിലെയാണ്. അത് തന്നെ വലിയൊരു കാര്യം. അതൊരു നമ്മൾ പറയാം, നമ്മൾ ഈ വല്ലാതെ വീർപ്പ് മുട്ടാറുണ്ട് സവർക്കറെ ഓർക്കുമ്പോൾ. അദ്ദേഹം അനുഭവിച്ച ത്യാഗം ഓർക്കുമ്പോൾ. അതിന് സമാനമായ ത്യാഗങ്ങൾ അനുഭവിച്ച ലോക രാഷ്ട്രീയ ചരിത്രത്തിൽ, ലോക വിപ്ലവ രാഷ്ട്രീയ ചരിത്രത്തിലില്ല. ഞാൻ ഇന്ത്യയിൽ കാലാപാനി കിടന്നവരുണ്ട്, തത്തുല്യമായി ഡീപ്പോർട്ടേഷനിൽ കിടന്നവരെ മറക്കാതെയല്ല ഞാൻ പറയുന്നത്. അവരിൽ അത്രയധികം പീഡകൾ അനുഭവിച്ച, ഐസൊലേഷൻ അനുഭവിച്ച, അവരിൽ അത്രയും അതിൽ പലരും അനുഭവിച്ചിട്ടില്ല. ഞാൻ തൂക്കിലേറ്റപ്പെട്ട മഹാന്മാരെ മറന്നിട്ടല്ല ഞാൻ പറയുന്നത്, അതും ഒട്ടും മറക്കുന്നില്ല. പക്ഷേ വിവിധങ്ങളായ കാരണങ്ങൾ കൊണ്ട്, ഇന്നും ചർച്ച ചെയ്യപ്പെടലുകൊണ്ട്, അഖണ്ഡതയ്ക്ക് വേണ്ടി നിലകൊള്ളതുകൊണ്ട്, ഭാരതത്തിൻ്റെ മൂലങ്ങളിലേക്ക് പോയി മൂലങ്ങളെ അഭിദർശിക്കാനുള്ള വലിയ പരിശ്രമം നടത്തിയിരിക്കുന്നുണ്ട്. സ്വാതന്ത്ര്യ സമര പ്രക്രിയയ്ക്ക് ഒരു ഘടന ഉണ്ടാക്കി തരുന്നതിൽ ഇന്ത്യയുടെ 1ാം സ്വാതന്ത്ര്യ സമരം നടന്നു കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നിടത്ത് ഒരു പുസ്തകം, ഒരു ഗ്രന്ഥ പദ്ധതി വെച്ചിട്ട് അങ്ങനെ വിവിധങ്ങളായ മാനങ്ങളിൽ, അതിനുശേഷമുള്ള ഇൻറ്റേൺമെൻറ്റിൽ അദ്ദേഹം നടത്തിയ പതിതർക്ക് വേണ്ടി നടത്തിയ ശ്രമങ്ങൾ, അങ്ങനെ ആ മനുഷ്യൻ ഇന്ത്യൻ പോളിറ്റിയോട് അദ്ദേഹം ചെയ്ത സംഭാവനകളെ കൃത്യമായ അളവിലും അർത്ഥത്തിലും ആഴത്തിലും നമ്മൾ പഠിക്കപ്പെടുന്നില്ല. പ്രത്യേകിച്ച് കേരളത്തിൽ ഈ കമ്മ്യൂണിസ്റ്റുകളുടെ ഈ ഒരു ധുരന്തരത്വത്തിൻ്റെ കീഴിൽ, എന്നെ സംബന്ധിച്ച് ധുരന്തരം പുതിയ വാക്കല്ല, ഞാൻ നിരന്തരം ഉപയോഗിക്കുന്ന വാക്കാണ്. ഈ ധുരന്തരത്വത്തിൻ്റെ കീഴിൽ നമ്മുടെ ശ്വാസത്തിൽ കമ്മ്യൂണിസമുണ്ട്. മലയാളി ചിന്തിക്കുന്നു, അവൻ മൂളുന്നതിൽ, അവൻ്റെ പദസന്ധിയിൽ, സമാസത്തിൽ, അവൻ്റെ വാക്യഘടനയിൽ കമ്മ്യൂണിസമുണ്ട്. അത് മറന്നു പോകരുത്.
അത്രമേൽ നമ്മളെ 70 വർഷം കൊണ്ട് അവർ ഗ്രസിച്ചിരിക്കുന്നു. അവിടെ നിന്നുകൊണ്ട് നമ്മൾ ഉറക്കെ പറയേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ മഹാനായ സ്വാതന്ത്ര്യവീർ സവർക്കർ, എൻ്റെ തമ്പനിയിൽ നിങ്ങൾ കണ്ടാൽ അറിയാം, നീണ്ട ഇൻട്രൊഡക്ഷൻ ആയിപ്പോയി. എൻ്റെ ഒരു വലിയ പ്രശ്നമാണ്, നീണ്ട ഇൻട്രൊഡക്ഷൻ ആയിപ്പോയി. മഹാനായ സ്വാതന്ത്ര്യവീർ സവർക്കർ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നത് ഷൂനക്കിയായിട്ടാണ്, പൊതു ഇന്ത്യയിൽ. കഷ്ടമാണ്. ഇവരാരും പറയില്ല, ഇവരുടെ CPIയുടെ ഇന്ത്യയിലെ താത്വികാചാര്യന്മാരിൽ ഒന്നാമത്തെ രണ്ടാമത്തെ നൽകുന്ന എസ് എ ഡാങ്കെ ഇതിലും മോശമായ ക്ലെമൻസി മാപ്പപേക്ഷകൾ, ലജ്ജിക്കുന്ന മാപ്പപേക്ഷകൾ നൽകിയിട്ടുണ്ട്. പാർട്ടി തന്നെ പിന്നെ പുറത്തുവിട്ടാണ്. പാർട്ടി പിളരാൻ കാരണങ്ങളിൽ മുഖ്യം അതാണ്. പാർട്ടി പുറത്തുവിട്ട ബസവ പുന്നയെ EMS ഉൾപ്പെടെ ചേർന്ന് പുറത്തുവിടുന്നതാണ് ഡാങ്കെ. ഇന്നത്തെ CPI ഇവരുടെ കൂടെ ഉണ്ടല്ലോ. അതിനുശേഷം CPIയുടെ ചെയർമാൻ അദ്ദേഹമായിരുന്നു, രാജ്യസഭ MP ആയിരുന്നു. സോവിയറ്റ് റഷ്യയുടെ ഭാരതരത്നത്തിന് തുല്യമായ സിവിലിയൻ ബഹുമതി അതിനുശേഷമാണ് അദ്ദേഹത്തിന് കിട്ടുന്നത്. സോവിയറ്റ് റഷ്യയുടെ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ആ മനുഷ്യൻ ഇതിലും മോശം ക്ലെമൻസി എഴുതിയിട്ടുണ്ട്. ആ മനുഷ്യൻ അംബേദ്കറെ തോൽപ്പിക്കാൻ നെഹ്റു അദ്ദേഹത്തിന് ഭീകരമായ പണം കൊടുത്തിട്ട് അംബേദ്കർക്കെതിരെ 52 ഇലക്ഷൻ നിൽക്കുന്ന ഡാങ്കയാണ്. അങ്ങനെ ഒരു കൃത്രിമം അവർ കാണിച്ചിട്ട് ഇതെല്ലാം ഈ ഡാങ്കെ ആരും പറയില്ല. അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ചെയർമാനും അവരുടെ താത്വിക പരമാചാര്യനുമായിരുന്ന എസ് എ ഡാങ്കെ, ഭാരതത്തിന് തുല്യമായ റഷ്യയുടെ ഓർഡർ ഓഫ് ദ ലെനിൻ വാങ്ങിച്ച എസ് എ ഡാങ്കെ ഇതിലും മോശം. സവർക്കറുടെ ക്ലെമൻസികൾക്ക് ഒരു ആണത്വമുണ്ട്. നിങ്ങൾ 5 ക്ലെമൻസി എടുത്ത് വായിച്ചു നോക്കൂ, അതിൻ്റെ മൗലികത നിങ്ങൾ കാണും. ദയവ് ഇത് മലയാളിയായ കമ്മ്യൂണിസ്റ്റുകാരാണ്. എന്നിട്ട് എസ് എ ഡാങ്കയുടെ ക്ലെമൻസി എടുത്തു, 3 ക്ലെമൻസി എടുക്കൂ. ഇത് മലയാളി പറയില്ല, മലയാളി കമ്മ്യൂണിസ്റ്റുകൾ പറഞ്ഞാൽ മലയാളി വലതുപക്ഷവും പറയില്ല. അങ്ങനെ ഒരു പക്ഷം ഉണ്ടെങ്കിൽ ഞാൻ അവിടെ ഒന്നുകൊണ്ട് പറയുകയാണ്, അതിൻ്റെ ബാക്കിയായി പറയുക. ഞാനത് നേരത്തെ ചെയ്ത ആളാണ്. എസ് എ ഡാങ്കയുടെ ഈ സാധനം അതാണ് ഏറ്റവും മോശം, ഏറ്റവും ചതിയനായ ഒറ്റുകാരനായ ഡാങ്കെ. അത് പാർട്ടി പറഞ്ഞിരിക്കുന്നതാണ്. പാർട്ടിയുടെ വലിയ അൺമാസ്കിങ് ഡാങ്കെ എന്നുള്ള വലിയ പുസ്തകം തന്നെയുണ്ട് 60കളിൽ. ഞാൻ പറഞ്ഞത് പാർട്ടി അങ്ങനെയാണ് പിളരുന്നത്. അവിടെ നിന്നുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നു, എൻ്റെ പ്രശ്നം ഈ കമ്മ്യൂണിസ്റ്റുകളുടെ ഈ ഒരു യാതതായികളായ കമ്മ്യൂണിസ്റ്റുകളുടെ ഈ സാമ്രാജ്യത്തിൽ ഞാൻ ഉറക്കെ പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ മാർക്സിസം എന്ന് പറയുന്ന ഈ ഒരു എന്താ പറയുക, ആധുനിക ഈ ഒരു ചിന്തന പദ്ധതി നിങ്ങൾ പറയുന്ന ഇതിൻ്റെ ഏറ്റവും വലിയ പ്രയോഗം നടത്തിയ ലെനിനാണ്. ഇന്നതിനെ കൃത്യമായി ലെനിനിസം എന്നേ വിളിക്കാനൊക്കത്തുള്ളൂ. അതിൻ്റെ വേറൊരു സമാനധാര മാവോയിസം എന്ന് വിളിക്കുന്ന 2 ധാരകളെ ലോകത്തുള്ളൂ. അതിനെ നിങ്ങൾ ക്ലാസിക്കൽ മാർക്സിസം മറ്റേ മാർക്സിസം എന്ത് പേരിട്ട് വിളിച്ചാലും അതിന് ലെനിനിസമാണ് അപ്ലൈ ചെയ്ത. മാർക്സിസത്തിൻ്റെ പേരിൽ ലെനിനിസം എന്നാണ്. ആ ലെനിനിസം നിങ്ങൾക്ക് ലെനിനെ കവർ ചെയ്യേണ്ടതുകൊണ്ട് നിങ്ങൾ സ്റ്റാലിനെ ദുരന്തരനാക്കി. ലെനിനാണ് ഈ കശ്മലത്വങ്ങൾ മുഴുവൻ തുടങ്ങി വെച്ചത്. വളരെ കലിഗുലയ്ക്ക് സമാനമായ പ്രവൃത്തികൾ, സമാനനായിരുന്നു ആ അർത്ഥത്തിൽ ലെനിൻ. 17 എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 1917 മുതൽ 22 വരെ അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് അദ്ദേഹം കൊല്ലപ്പെട്ട മനുഷ്യരാണ് ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിൽ ഒരു ഭരണകാലത്ത് കൊല്ലപ്പെടുന്ന ഏറ്റവും കൂടുതൽ മനുഷ്യരുടെ സംഖ്യ അവിടെയാണ് വരുന്നത്. മറന്നുപോകരുത്, ലെനിൻ്റെ ഭരണകാലം മഹത്തരമാണ്. ഈ ലെനിൻ സവർക്കറെ പോയി കാണുന്നു. എൻ്റെ തമ്പനിയിൽ നിങ്ങൾ കണ്ടല്ലോ. കേരളത്തിൽ അത് വ്യാഖ്യാനിച്ച് സവർക്കർ ലെനിനാൽ സ്വാധീനിക്കപ്പെട്ട് എൻ്റെ ചങ്ങാതി വരെ. ഞാൻ ഇത്രയും വീഡിയോ പറയുന്നതും ഒരൊറ്റ സിമ്പിളായ ഒരു കാര്യം ലഘുയുക്തി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനാണ്. മലയാളി വലതുപക്ഷത്തിനാണെങ്കിൽ ഇടതുപക്ഷമാണെങ്കിൽ ശ്രദ്ധയോട് എനിക്കിതിന് മറുപടി കിട്ടിയേക്കൊള്ളാം. ലെനിൻ 1909 അന്നേക്ക് 26 വയസ്സ് മാത്രം പ്രായമുള്ള സവർക്കറെ 39 വയസ്സ് പ്രായമുള്ള ലെനിൻ 4 തവണ പോയി കാണുന്നു. ഒരു തവണയല്ല, ഇന്ത്യ ഹൗസിൽ 4 തവണയാണ് കാണുന്നത്. ഗൈ ആൽഡ്രിഡ് എന്ന് പറയുന്ന അനാർക്കിസ്റ്റുകളുടെ അങ്ങനെ വലിയ പത്രപ്രവർത്തകനായ മുദ്രണാലയമുള്ള അന്നത്തെ ശ്യാംജി ഇന്ത്യ ഹൗസിലാണ്. സവർക്കർ താമസിക്കുന്ന ഇന്ത്യ ഹൗസിലാണ്. ശ്യാംജി കൃഷ്ണവർമ്മയുടെ ഇന്ത്യ ഹൗസിൽ അദ്ദേഹത്തിൻ്റെ ഗുരുവാണ്. അദ്ദേഹത്തിൻ്റെ സോഷ്യലിസ്റ്റ് പത്രം അക്കാലത്ത് പ്രതിബന്ധങ്ങളെ പ്രതി അദ്ദേഹത്തിൻ്റെ കണ്ടൻറ്റിൽ ഉണ്ടാക്കുന്ന ഈ സെസഷനിസ്റ്റായ സാമ്രാജ്യവിരുദ്ധ സാധനങ്ങളെ പ്രതി അത് അച്ചടിക്കാൻ പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് ഈ ഗൈ ആൽഡ്രിഡ് അത് കുറേ കാലം അച്ചടിക്കുന്നുണ്ട്. അദ്ദേഹം വലിയ അറിയപ്പെടുന്ന അനാർക്കിസ്റ്റായിരുന്നു. എന്തെങ്കിലും ഇന്ത്യൻ വിപ്ലവകാരികൾക്ക് അനാർക്കിസ്റ്റുകളുടെ സ്വാധീനം ഉണ്ടാകുന്നതിൽ വലിയൊരു ഘടകം ഇദ്ദേഹമാണ്. ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ ഗോഡ്സെ ഉൾപ്പെടെയുള്ള സ്വാധീനമായി പറയുന്നു. അപ്പം ശ്യാംജി കൃഷ്ണവർമ്മ ഗുരുതരം എതിർത്തിരുന്നു, ഇല്ലെന്ന് ഞാൻ പറയുന്നത്. ശ്യാംജി കൃഷ്ണവർമ്മ ഗുരുതരമായി അനാർക്കിസ്റ്റ് എതിർത്തിരുന്ന ആളാണ്. പക്ഷേ അദ്ദേഹം
പക്ഷേ വിപ്ലവകാരികളെ പരസ്പരം ബന്ധിപ്പിക്കുന്നതിൽ പാലവിടുന്ന ഒരാളായിരുന്നു അദ്ദേഹം. ലോകം മുഴുവൻ അന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഫാൻ ബേസ് നിങ്ങൾ എടുത്തു നോക്കുള്ളൂ. 909 ലോകത്ത് ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ളത് ഒരാൾ സവർക്കറായിരുന്നു. വിപ്ലവകാരികളിൽ അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ ഈ പറഞ്ഞ പോലെ വാർ ഓഫ് ഇന്ത്യ 1857 വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ആ കാലത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞിരുന്നു. ഞാൻ 909 പറയുന്നത്. ആ കാലത്ത് അദ്ദേഹം ഐറിഷ് സമരവീരന്മാരോടൊപ്പം ലോകത്ത് കൊണ്ടാടപ്പെടുന്നു. ഞാൻ അതുകൊണ്ടാണ് ട്രൂലി അക്വലേറ്റഡ് എന്ന് ഞാൻ എക്സിൽ കുറിച്ചത്. ട്രൂലി അക്വലേറ്റഡ് റെവല്യൂഷണറി. സത്യത്തിൽ ഒരു യഥാർത്ഥ വിപ്ലവം എന്ന് പറയുന്നത് അങ്ങനെയാണ്. മറ്റേത് പട്ടാളത്തിനെ കൂട്ടുപിടിച്ച് മറ്റവരെ കുറച്ച് സെയിലർമാരെ കൊന്ന് അധികാരം പിടിച്ചെടുക്കുന്നതിന് വിപ്ലവം എന്നല്ല പറയുന്നത്. റഷ്യയിൽ 905 വിപ്ലവം നടന്നു. ഡ്യൂമ ഉണ്ടായത് അങ്ങനെയാണ്. അതാണ് വിപ്ലവം റഷ്യയിൽ. പിന്നത്തെ നിങ്ങൾ വിപ്ലവം ലോകത്തെ കമ്മ്യൂണിസ്റ്റുകൾ വിപ്ലവം നടത്തിയിട്ടേ ഇല്ല. അവർക്കതിനെ കഴിയുകയില്ല. അവർ ആംഡ് പെർസിക്യൂഷൻ നടത്തും. ആംഡ് പെർസിക്യൂഷൻ വിപ്ലവമല്ല. അതുകൊണ്ട് ഇങ്ങനെ ആയുധമേന്തി മനുഷ്യനെ കൂട്ടക്കുരുതി നടത്തും. അതിനെ വിപ്ലവം നല്ല പറയുക. അവിടെ സവർക്കറെ ഒരു തവണയല്ല, ഒന്നാമത്തെ തവണ 30 മിനിറ്റ് നിന്നു മീറ്റിംഗ്. രണ്ടാമത്തെ തവണയും മൂന്നാമത്തെ തവണയും നാലാമത്തെ തവണയും 3 മണിക്കൂറോളം നീണ്ടു നിന്നു മീറ്റിംഗ്. ഞാൻ പറഞ്ഞ സവർക്കർ അങ്ങോട്ട് പോയി കണ്ടതല്ല. ഈ വാർത്ത പുറത്ത് വന്നതിന് ശേഷം ഈ 22-ൽ 23-ൽ വിക്രമസമ്പത്താണ് ആധുനിക കാലത്ത് പുറത്ത് വിട്ടത്. പക്ഷേ ഞാൻ വിക്രമസമ്പത്ത് ഈ എക്കോസിസ്റ്റം ഉള്ള കാലത്ത് പുറത്ത് വന്നതല്ല. 84-ൽ എൻ്റെ ഓർമ്മ ശരിയായ ദ 5 സ്റ്റോമി ഇയേഴ്സ് എന്ന് പറഞ്ഞ അദ്ദേഹം ഒരു ശ്രീവാസ്തവ, അതിൻ്റെ ഹിന്ദിയാണ് ഞാൻ വായിച്ചിരിക്കുന്നത്. ശ്രീവാസ്തവ അദ്ദേഹത്തിൻ്റെ പേര്. ഹീരേന്ദ്ര ശ്രീവാസ്തവ അദ്ദേഹത്തിൻ്റെ പേര് അങ്ങനെയാണ്. അങ്ങനെയുണ്ട് അദ്ദേഹത്തിൻ്റെ ഹരീന്ദ്ര ശ്രീവാസ്തവ, ഹീരേന്ദ്ര ശ്രീവാസ്തവ. അദ്ദേഹം 84-ലാണ് അദ്ദേഹം ഇത് പബ്ലിഷ് ചെയ്യുന്നിടത്ത് ഞാനിത് ആദ്യം കണ്ടിരിക്കുന്നത്. അതിനു മുമ്പ് സവർക്കർ 37 ഇത് പറഞ്ഞിട്ടുണ്ട്. രത്നഗിരിയിൽ ഇന്റേൺമെൻറ്റ് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ അദ്ദേഹം ഇത് പറയുന്നുണ്ട്. ലെനിൻ എന്നെ വന്ന് കണ്ടിട്ടുണ്ടെന്ന് സവർക്കർ പറയുന്നതിൻ്റെ ഒരു കുറിപ്പ് നമുക്കറിയാം. അതിനുശേഷം 84-ലാണ് ഒരു 2 ഖണ്ഡികളായിട്ട് ഇത് പറയും. അതിനുശേഷം പലരും പറഞ്ഞു. എനിക്ക് ധനഞ്ജയ് കീർ പറഞ്ഞെന്നുള്ള എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഞാൻ നോക്കിപ്പോയിട്ടുണ്ട്, പക്ഷേ എനിക്ക് കൃത്യം ധാരണയില്ല. ധനഞ്ജയ് കീർ പറഞ്ഞിട്ടുണ്ടാവാമെന്ന് തന്നെ ഞാൻ കരുതുന്നത്. അത് സമ്പത്ത് പറഞ്ഞാൽ ഞാനിത് ശ്രദ്ധിക്കുന്നു, തുറന്ന് പറയാം. ധനഞ്ജയ് കീർ ഞാൻ അവിടെ ഓടെ വായിച്ചിട്ടുള്ള ഈ ഭാഗം ഞാൻ എൻ്റെ ഓർമ്മയില്ല. പക്ഷേ അടിയന്തരമായി ചെയ്യേണ്ടതുകൊണ്ട് എനിക്ക് നോക്കാനും പറ്റിയില്ല. ഞാൻ എന്തായാലും ഈ ശ്രീവാസ്തവ അദ്ദേഹത്തിൻ്റെ 5 സ്റ്റോമിയേഴ്സ് പുസ്തകം കിട്ടും. അതിൻ്റെ ഹിന്ദി കിട്ടും. ഒറിജിനൽ സാധനം എനിക്ക് ഹിന്ദിയിലായിരുന്നു. അതിൻ്റെ ഹിന്ദി ലഭ്യമാണ്. ആർക്ക് വേണമെങ്കിലും അയച്ചു തരാം. അതിൽ അദ്ദേഹം പറയുന്നുണ്ട് 30 മിനിറ്റ് മുതൽ 3 മണിക്കൂർ വരെ അവർ പല ധനതത്വശാസ്ത്രം, രാഷ്ട്രീയം, രാഷ്ട്രമീമാംസ, ഇന്ത്യൻ ഇതിഹാസങ്ങൾ, ഇതെല്ലാം ദീർഘമായി ചർച്ച ചെയ്യുന്നതാണ് അന്നത്തെ കേൾവി. അയാളുടെ കൂടെ ഉണ്ടായിരുന്നു. അന്ന് ലെനിന് പാരീസിൽ കഴിഞ്ഞ് എക്സൈലിൽ ലണ്ടനുണ്ട്. ലെനിൻ ഇസ്ക്ര അവിടെ വെച്ച് പബ്ലിഷ് ചെയ്യുന്ന കാലം. ലെനിൻ അന്ന് എനിക്ക് ട്രോട്സ്കി എവിടെയുണ്ട്. ഇസ്ക്ര അങ്ങനെ വിളിച്ച് അവർ റഷ്യയിലേക്ക് കടത്തി അവരുടെ ഒരു ഈ ബോൾഷെവിസം പ്രചരിപ്പിക്കുന്ന കാലമാണ്. അപ്പോൾ ലെനിന് എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ പറയുന്ന പോലെ ഈ സവർക്കർ ഇത്ര പോഴനായിരുന്നെങ്കിൽ വന്ന് കണ്ടത് എന്തിനാണ്? അതേ കാലയളവിന് തൊട്ടു മുമ്പിൽ ഗാന്ധിജി വന്ന് കാണുന്നുണ്ട് സവർക്കറെ. സവർക്കർ ഇതേ ഇന്ത്യ ഹൗസിൽ വന്ന് കാണുന്നുണ്ട്. ജോഹന്നസ്ബർഗിൽ നിന്ന് അങ്ങോട്ടേക്ക് വരികയാണ്. എൻ്റെ ഓർമ്മ ശരിയായ ജോഹന്നസ്ബർഗിൽ നിന്ന് അദ്ദേഹം ബോയർ യുദ്ധം കഴിഞ്ഞ് ഒരു വലിയ കോലാഹലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് വേറൊരു വിഷയം പോട്ടെ. അദ്ദേഹം അവിടെ ഒന്ന് സവർക്കറെ കാണുന്നത്. ആ കഥ പലർക്കും അറിയാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അതേ ഇന്ത്യ ഹൗസിൽ 4 പ്രാവശ്യം വന്ന് സവർക്കറെ ലെനിൻ വന്ന് കണ്ടിരിക്കുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമ്മളൊരാളെ ചെന്ന് കാണണമെങ്കിൽ നമ്മളൊരാളെ 1 തവണ കണ്ടു, 2 തവണ കണ്ടു, 3 തോപ്പം കാണും. എന്തിനാവും? സവർക്കർ ലെനിൻ അങ്ങൊന്ന് വരും, എനിക്ക് അങ്ങനെയായിരുന്നു സ്വാധീനിക്കപ്പെടാണെന്ന് സവർക്കർ വിളിച്ചു വരുന്നതാണോ? സവർക്കർ ലെനിനെ അങ്ങോട്ട് പോയി കണ്ട ഒരു പരാമർശവും ഇല്ല, ഒരു സ്ഥലത്തും ഇല്ല. സവർക്കർ ഒരു സ്ഥലത്തും ലെനിനെ പോയി കണ്ടിട്ടില്ല. തൊട്ടടുത്ത് 10-ൽ അദ്ദേഹം ഡീപ്പോർട്ടേഷനിലേക്ക് പോവുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, എത്ര കള്ളത്തരാണ് പ്രചരിപ്പിക്കുന്നത്. സവർക്കറാൽ ലെനിൻ സ്വാധീനിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അത് ഞാൻ ഇനിയും 909-ലെ ലെനിൻ്റെ വ്യതിയാനം ഞാൻ പരിശോധിക്കാനിരിക്കുന്നുള്ളൂ. ലെനിൻ്റെ എഴുത്തുകളിൽ തുറന്ന് ഞാൻ പറയാം. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ വിപ്ലവത്തിൻ്റെ മാർഗങ്ങളിൽ സ്വാധീനിക്കപ്പെട്ടിട്ടുണ്ട്. ഗ്രന്ഥരചന, ഇത്തരം കാര്യങ്ങൾ ഞാൻ അതിനു മുമ്പ് ലെനിൻ എഴുതിയിട്ടുള്ളതെന്ന് ഞാൻ പറയുന്നില്ല. ലെനിൻ എഴുതിയിട്ടുള്ള കാര്യം സാമാന്യനെ കണ്ടിട്ടുള്ള ആളാണ്. പക്ഷേ വിപ്ലവത്തിന് ഗ്രന്ഥരചനയുടെ പ്രസക്തിയെ സംബന്ധിച്ച് ഇത്തരം 1857 വാർ ഓഫ് ഇൻഡിപെൻഡൻസ് പോലുള്ള അദ്ദേഹത്തിൻ്റെ പിൽക്കാലത്ത് അദ്ദേഹം വരാതിരിക്കുന്ന പല പുസ്തകങ്ങളുടെയും ഗൗരവമായ ഇത്തരം എത്ര ഗംഭീരങ്ങളായ ചർച്ചകൾ അവർ ലെനിൻ ചോദിച്ചറിഞ്ഞിട്ടുണ്ടാവും.
മാർഗങ്ങൾ ചോദിച്ചറിഞ്ഞിട്ടുണ്ടാവും. ഉറപ്പല്ലേ? അതിനല്ലേ അദ്ദേഹം വന്നുകൊണ്ടിരുന്നത്. നിങ്ങൾ ഉത്തരം പറയും. ഞാൻ വീണ്ടും പറയുന്നു, നമുക്കൊരാളെ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ തുടർച്ചയായി അങ്ങോട്ട് പോയി കാണും. നമ്മൾ ഒരാളെ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ തുടർച്ചയായി അങ്ങോട്ട് പോയി കാണും. അല്ലാതെ അയാൾ നമ്മൾ കാണില്ല. അത് സാമാന്യ മനുഷ്യൻ്റെ യുക്തിയാണ്. അല്ല, സവർക്കർ ലെനിനാൽ സ്വാധീനിക്കപ്പെട്ടു. ലെനിൻ ഇങ്ങോട്ട് വന്ന് കണ്ടിൽ സവർക്കറെ സ്വാധീനിക്കരുത്. ആലോചിച്ച് നോക്കൂ. സവർക്കറെ കണ്ടിട്ട് ലെനിന് കാര്യമുണ്ടായിരുന്നു. സവർക്കർ ആയിരുന്നു ലോക ഹീറോ. നിങ്ങൾ എടുത്തു നോക്കിക്കോളൂ. അന്ന് 26 വയസ്സുകാരനായ സവർക്കർ എല്ലാ യൂറോപ്യൻ പത്രങ്ങളിലും നിരന്തരം പരിചിതനാണ്. ലെനിനെ എന്നാർക്കും അറിയില്ല. വീണ്ടും ഞാൻ പറഞ്ഞത്, ലെനിനെ അങ്ങനെ അത്ര ആർക്കും അറിയില്ല. ലെനിൻ അത്രയ്ക്കൊന്നുമല്ല അന്ന്. പക്ഷേ സവർക്കർ വലിയ ആളായിരുന്നു. ഞാൻ ഈ ദിനത്തിൽ ഞാൻ അങ്ങനെ ഓർക്കുക. എൻ്റെ ലളിത യുക്തിയാണ്. ഞാൻ എന്തിനു വന്ന് കണ്ടു, അതിൻ്റെ അകത്തെ ബാക്കി എന്തെന്നുള്ളതിനെ പറ്റി നമുക്ക് കൂടുതലൊന്നും അറിയില്ല, നമുക്കറിയില്ല. ഞാൻ എൻ്റെ സാമാന്യ യുക്തിയാണ് വെച്ചത്. ഒരു സാധ്യതയില്ലേ? നമ്മളൊരാളെ കാണുന്നെങ്കിൽ, തുടർച്ചയായി പോയി കാണുന്നെങ്കിൽ അയാളിൽ നിന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ ആ സൗഹൃദമായിക്കോട്ടെ, ആ സ്നേഹമായിക്കോട്ടെ, ആ ജ്ഞാനത്തിൻ്റെ ഒരു തീക്ഷ്ണതയായിക്കോട്ടെ, നമുക്ക് ചോദ്യങ്ങൾ ചോദിച്ചാൽ ഉത്തരം കിട്ടാനുള്ളൊരു സാധ്യതയായിക്കോട്ടെ. നമ്മൾ ഉപനിഷത്തായിരുന്ന എത്ര കാര്യങ്ങളിൽ പഠിച്ചു. ഇത്ര വലിയ ആൾക്കാർ, നമ്മൾ ഓരോരുത്തരും വലിയ ആൾക്കാരുടെ അടുത്ത് പോയിരുന്നിട്ട്, ഞാൻ ഉൾപ്പെടെ അത് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. ലെനിൻ ഉപനിഷത്തായിരുന്നിട്ട്, ലെനിൻ മഹാനായ വീര സാവർക്കർക്ക് ഉപനിഷത്തായിരുന്നിട്ട് കാര്യങ്ങളെ ഗ്രഹിച്ചിട്ടുണ്ട്. അത് അപ്ലൈ ചെയ്തതിൽ ലെനിന് പാളിപ്പോയിട്ടുണ്ട്. വീണ്ടും പറയുന്നു, ലെനിൻ വളരെ ഹസാഡസായി ലോകത്തിന് കഴിഞ്ഞ 100 വർഷത്തിൽ ലോകത്ത് ഏറ്റവും മോശമായി ഒരു രാഷ്ട്രീയ സമീപനം കൈക്കൊണ്ട ആൾ ലെനിനാണ്. ലോകത്തെ ഇങ്ങനെ മാറ്റിമറിച്ച് ലെനിനുള്ളത്രയും പങ്ക് മറ്റൊരാൾക്കുമില്ല. സവർക്കറെ സ്വാധീനിക്കപ്പെട്ടിട്ട് അത് പ്രയോഗിച്ച തലത്തിൽ 8-ാം വർഷം അല്ലെങ്കിൽ ആ ഫോർമേറ്റീവ് പീരീഡിൽ സവർക്കറിൽ നിന്ന് എടുത്തൊന്നും ലെനിൻ കൃത്യമായി പ്രയോഗിച്ചില്ല. അത് ഞാൻ പറയാം. എൻ്റെ ധാരണ അങ്ങനെയാണ്. വേറെ ഏതോ ഒരു കളയിൽ അത് കുടഞ്ഞു കളഞ്ഞിട്ട് പുള്ളിയുടെ വഴിക്ക് പോയിട്ടുണ്ട്. അല്ലെ ബെൻഷവിക്കളെ അങ്ങനെ കൂട്ടത്തോടെ കൊല്ലില്ല. ഞാൻ പറയാം, സോവിയറ്റുകൾ ഡിക്ലെയർ ചെയ്തിട്ട് ജനാധിപത്യത്തെ അച്ചടിച്ചുകൊണ്ട് വോട്ടിംഗ് കംപ്ലീറ്റ് സിസ്റ്റത്തെ മുഴുവൻ അട്ടിമറിക്കില്ല. ആഭ്യന്തര യുദ്ധം എന്ന് പറഞ്ഞിട്ട് 80 ലക്ഷത്തിന് 1 കോടിക്കകത്ത് ആൾക്കാരെ കൊന്നുകൂട്ടില്ല. അതൊന്നും ഭാരതീയമായ വിദ്യയായിരുന്നില്ല. സനാതനമായ വിപ്ലവ വിദ്യ അതായിരുന്നില്ല. ലെനിനെ സവർക്കർ പഠിപ്പിച്ചത് അതായിരിക്കില്ല. സനാതനമായ അർത്ഥമീമാംസ അഗാധമായ ജ്ഞാനമുള്ള ആളായിരുന്നു സവർക്കർ. അത് ലെനിൻ ചോദിച്ചറിഞ്ഞിട്ടുള്ളതായിട്ട് ഈ ശ്രീവാസ്തവയിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ആ കാലത്ത് ഈ വിവിധങ്ങളെ ആൾക്കാർ ഇവിടെ വന്ന് സവർക്കറെ കാണാൻ വരുന്നതിനെപ്പറ്റി അക്കാലത്തെ അവിടുത്തെ പോലീസും അവിടുത്തെ രേഖകളും അത് പറയുന്നുണ്ട്. പേര് പറയുന്നില്ല, അവിടെ ദീർഘമായിപ്പോയി. സവർക്കർ ഇങ്ങനെ ഓർക്കട്ടെ, സവർക്കറെ ലെനിൻ വന്ന് കാണുകയായി 1 അല്ല 2 അല്ല 3 അല്ല 4 തവണ. എല്ലാം കൂടെ 12 മണിക്കൂറെങ്കിലും 10-12 മണിക്കൂർ അവർ ഒരുമിച്ച് ചെലവഴിച്ചിട്ടുണ്ട് നമുക്ക് പ്രത്യക്ഷത്തിൽ കാണുന്നതിൽ. അതിനുശേഷം ഒരു പക്ഷേ അയാളുടെ പ്രകാരൻ്റെ ബന്ധത്തിൽ ഒരു പരസ്പരം ചിലപ്പം കത്തിരപാടുകളൊക്കെ നടത്തിയിട്ടുണ്ടാവും, നമുക്കറിയില്ല. ഇൻ്റർലൊക്യൂട്ടറായിട്ട് ചിലപ്പം അയാളുടെ വീട് നിന്നിട്ടുണ്ടാവും, നമുക്കറിയുന്ന ഇത്ര മാത്രമേ ഉള്ളൂ. അത് 80കളിൽ പുറത്തു വന്നാണ്. മഹാനായ സവർക്കർ 37 രത്നഗിരിയിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷം 37 പറയുന്നുമുണ്ട്. അപ്പോൾ മഹത്തായ കേരളമേ, ഈ കമ്മ്യൂണിസ്റ്റ് എക്കോസ്ഫിയറിൽ നിൽക്കുന്ന നമ്മൾ ലെനിൻ വന്നു കണ്ട സവർക്കറെ അഭിമാനത്തോടെ നമുക്ക് ഓർക്കാം. സന്തോഷം. നമസ്തേ.